ഗുഡ് മോർണിംഗ്, വെൽക്കം ടു സ്റ്റെപ്പ് വിത്ത് രേഷ്. സ്റ്റെപ്പ് വിത്ത് രേഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. അതിന് റീസൺ ഉണ്ട്. നമ്മുടെ ചാനൽ 100 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് യുവർ ലൈക്സ് ആൻഡ് യുവർ കമൻറ്റ്സ് ആൻഡ് യുവർ സബ്സ്ക്രൈബ്സ്. എല്ലാത്തിനും ഞാൻ താങ്ക് യു പറയുകയാണ്. സോ അങ്ങനെ 100 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് പുതിയൊരു ഇൻസ്റ്റാഗ്രാം പേജും കൂടിയുണ്ട്. സ്റ്റെപ്പ് വിത്ത് രേഷ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പുതിയ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ അതിലും എനിക്ക് 100 ഫോളോവേഴ്സ് ആയിരിക്കുകയാണ്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് ഫോർ മീ. എനിക്ക് ഇതൊരു വലിയ കാര്യം തന്നെയാണ്. 100 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 100 ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ കാര്യമാണ്. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ലൈക്സും നിങ്ങളുടെ സബ്സ്ക്രൈബ്സും ഒക്കെയാണ് അതിൻ്റെ റീസൺ. സോ കീപ് ഫോളോയിങ് മീ, കീപ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ലൈക്കും കമൻസൊക്കെ ആയിട്ട് എനിക്ക് പിന്നെയും തരിക. സോ ഇതിൻ്റെ ഒപ്പം തന്നെ ഇന്ന് നമ്മൾ വേറൊരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ആ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും. അതൊരു വലിയൊരു എന്താ പറയുക, ഒരു കോൺട്രവേഴ്സിയൽ ടോപ്പിക്കാണല്ലേ. കാരണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും, പണ്ടെന്നല്ല ഇപ്പോഴും നമ്മുടെ നാട്ടിൽ എപ്പോഴും പറഞ്ഞു വരുന്നൊരു വാക്കാണ് മറ്റുള്ളവരെന്താ വിചാരിക്കുക, അല്ലെങ്കിൽ അവരെന്താ നമ്മളിങ്ങനെ ചെയ്യണോണ്ടു അവരെ ഇത് കണ്ണിൽ നമ്മൾ കാണും. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ഈ ഒരു മൊമെൻറ്റിൽ ചെയ്യാൻ തുടങ്ങുക. അറ്റ്ലീസ്റ്റ് ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞതാണ്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണോ ഹാപ്പിനെസ് നൽകുന്നത് അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ. ഞാനിപ്പോഴും ഈ സമയത്ത് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും പറയാനുള്ളവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് ഇന്ന് നമ്മളൊരു ടോപ്പിക് ആണെങ്കിൽ നാളെ മറ്റുള്ള ആരെങ്കിലും ആയിരിക്കും ടോപ്പിക്ക്. സോ അവിടെ വിഷമിച്ചിരിക്കുന്ന നമ്മളായിരിക്കും മണ്ടന്മാരായി പോവുക. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ എൻ്റെ ചാനൽ തുടങ്ങി, യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ കുറേ പേര് ചിന്തിക്കുന്നുണ്ടാവും, ഇവൾക്ക് നല്ലൊരു ജോലിയുണ്ട്, അല്ലെങ്കിൽ ഇവൾക്കിപ്പോൾ അത്യാവശ്യം നല്ലൊരു ശമ്പളമുണ്ട്, ഇവള് UK-ലാണ്, എന്നിട്ട് ഇവൾ എന്തിനാ പിന്നെ എല്ലാവരും ഇപ്പം എല്ലായിടത്തും കണ്ടവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, കണ്ടവരൊക്കെ യൂട്യൂബേഴ്സ് ആണ്, എന്നിട്ടും എന്തിനാണ് ഇങ്ങനൊരു ചാനൽ തുടങ്ങുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവായിരിക്കാം. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതെൻ്റെ സന്തോഷമാണ്, എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യം. അത് ഞാൻ ചെയ്യുന്നതിന് അവരാരും തടസ്സക്കാരല്ല, മനസ്സിലായില്ലേ? അതുമാതിരി തന്നെ ഇപ്പം ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇപ്പം യൂട്യൂബിൻ്റെ കയ്യിൽ ഞാൻ ഉദാഹരണം പറഞ്ഞു. അതുമാതിരി തന്നെ ഓരോരുത്തർക്കും ഇപ്പോൾ വയസ്സായ അമ്മമാരുണ്ടാവും, അതല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി പ്രായമുള്ള ചേട്ടന്മാരുണ്ടാവും, അല്ലെങ്കിൽ കുഞ്ഞനിയത്തിമാരുണ്ടാവും, അനിയന്മാരുണ്ടാവും, കുഞ്ഞു മക്കളുണ്ടാവും. ഇവരൊക്കെ ഇത് ചെയ്യുമ്പോൾ അവർക്ക് അതിൽ നിന്ന് സന്തോഷം കിട്ടുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, അതിൽ നിന്ന് സന്തോഷം കിട്ടുന്നുണ്ടോ, എന്നാൽ അവരത് ചെയ്തുകൊണ്ടേയിരിക്കണം. സ്വയം ചിന്തിക്കണം, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എൻഡ് ഓഫ് ദ ലൈഫ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും മുന്നേറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഓരോരുത്തരുടെയുള്ള റീസൺസ് ഉണ്ടായിട്ടുണ്ടാവാം. കാരണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സാഹചര്യം, പണം, അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് എത്തിച്ചേരുന്ന ചില സാധനങ്ങൾ, ലൈക്ക് ഇപ്പോൾ നമ്മുടെ ഫോൺ, ക്യാമറ. ഇപ്പോൾ സ്മാർട്ട് ഫോണൊക്കെ ഇപ്പോഴാണ് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലേക്കൊക്കെ എത്തി തുടങ്ങിയത്. മുമ്പ് അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു മിക്ക യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ക്യാമറയിലായിരിക്കും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഫോണിലും ഷൂട്ട് ചെയ്യാന്നുള്ള അവസ്ഥ എത്തി. അതൊക്കെ യൂട്യൂബേഴ്സിന്റെ പക്ഷമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത്, ഇത് യൂട്യൂബിനേക്കാളൊക്കെ ഉപരി നമ്മൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ തുടങ്ങാനും അവസാനിപ്പിക്കാനും ഒക്കെ ഓരോരോ സാഹചര്യങ്ങൾ ചിലപ്പോൾ കാരണമായി വന്നേക്കാം. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ അമ്മ മിസ്സസ് ഷീല രാധാകൃഷ്ണൻ, പുള്ളിക്കാരി ആഫ്റ്റർ എ ലോങ് ടൈം, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അനിയൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഈ അടുത്താണ് വീണ്ടും ചുരിദാറും കുർത്തിയൊക്കെ ഇട്ട് തുടങ്ങിയത്. ഞാനൊരു 1000 വട്ടം എൻ്റെ അമ്മോട് ചോദിച്ചിട്ടുണ്ട്. അമ്മ മീൻസ് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ടൂറൊക്കെ പോകുമ്പോൾ അമ്മയ്ക്ക് ചുരിദാർ ഇട്ട് വന്നൂടെ, എല്ലാവരും ഇപ്പോൾ കണ്ടില്ലേ അമ്മയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഹേമ ചേച്ചി, ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചുരിദാർ ഇട്ടിട്ടല്ലേ വരുന്നത്, അമ്മയ്ക്കും ചുരിദാർ ഇട്ടൂടെ. അന്നേരം അമ്മ പിന്നെ ഈ വയസ്സാം കാലത്താ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താ കരുതാൻ, ഇപ്പം ഇത്രയും നാൾ ഞാൻ സാരി എടുത്തിട്ട് ഇപ്പോൾ ചുരിദാർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കരുതാ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു. ബട്ട് ഷീ നൗ, ആഫ്റ്റർ മൈ ബ്രദേഴ്സ് മാരേജ്, എൻ്റെ നാത്തൂൻ, അതായത് ആതിര, അമ്മു എന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കുക, അവള് എൻ്റെ അമ്മയിൽ വരുത്തൊരു മാസീവ് ചേഞ്ച് ഉണ്ട്. ഇറ്റ്സ് ബിഗ് ചേഞ്ച്. കാരണം അമ്മ ഫോൺ ആകപ്പാടെ എൻ്റെ അമ്മ യൂസ് ചെയ്തിരുന്നത് ഫോൺ വിളിക്കാനും മെസ്സേജ് അയക്കാനും, അതല്ലെന്നുണ്ടെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ വീഡിയോ കോളും മാത്രം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന എൻ്റെ അമ്മ ഇപ്പം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അമ്മ ചുരിദാർ ഇട്ട് തുടങ്ങി, കുർത്ത ഇട്ട് തുടങ്ങി.
ദാറ്റ്സ് ദ ജസ്റ്റ് ബിക്കോസ് ഓഫ് അമ്മു. അവള് പറഞ്ഞ് അവളാണ് എൻ്റെ അമ്മനെ മാറ്റിയെടുത്തത്. കാരണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്ന മാറി എൻ്റെ കംഫർട്ട്, എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഇതാണ് കംഫർട്ട് സോൺ എന്നിലേക്ക് എത്തുന്നതിന് റീസൺ തന്നെ എൻ്റെ നാത്തൂനല്ല, എൻ്റെ സ്വന്തം അനീത്തിനെ പോലെ തന്നെയാണ്, എൻ്റെ അനീത്തിയാണ്, അവളാണ് അതിന് റീസൺ. സോ ആ ഒരു ചേഞ്ച് വളരെ വലുതാണ്. അപ്പൊ അവർക്കൊരു സാഹചര്യം ഇപ്പോഴാണ് അതിന് കിട്ടിയത്. കാരണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുമ്പൊക്കെ അമ്മ അതിൽ അത്ര ബോധേഡായിരുന്നില്ല. അമ്മയ്ക്ക് എന്നെ വളർത്തണമായിരുന്നു, എൻ്റെ അനിയനെ വളർത്തണമായിരുന്നു, ആ ഒരു കാര്യത്തിൽ പോയിരുന്നു. പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് ട്രാവൽ ചെയ്യാൻ സമയമുണ്ട്, അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയാ ഫേസ്ബുക്ക് നോക്കാൻ സമയമുണ്ട്, ഇൻസ്റ്റാഗ്രാം നോക്കാൻ സമയമുണ്ട്. അപ്പൊ അവർ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പൊ അവർ കണ്ടെത്തി, അത്രേ ഉള്ളൂ. അപ്പൊ അതിനെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട കാര്യം എൻ്റെ അമ്മയ്ക്ക് ഇല്ല. പക്ഷെ അത് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ അനിയത്തി വേണ്ടി വന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് അതാ, നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊരു കാര്യം പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട, നെഗറ്റീവ് പറയാതിരിക്കുക. അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ പകരം മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിച്ചോട്ടെ, ഇതാണ് എൻ്റെ സന്തോഷം, ഞാൻ ഈ സന്തോഷത്തിൽ മുന്നോട്ട് പോയിക്കോളാം എന്ന് ചിന്തിക്കാൻ പഠിക്കുക. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നാളും ചെയ്തിരുന്ന അതേ സപ്പോർട്ടും അതേ എന്താ പറയുക ലൈക്സ് കമൻറ്റ്സ് ഒക്കെ എനിക്ക് വളരെ വാല്യുബിൾ ആണ്. ഇനിയും നിങ്ങളത് തരിക. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ പുതിയ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് വിത്ത് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൂടിയുണ്ട് എനിക്ക്. അതിൻ്റെ ലിങ്ക് ഞാൻ സബ്സ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതും കൂടി ഫോളോ ചെയ്യുക. സോ കീപ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. എല്ലാവരും പറയുന്ന പോലെ, എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെയൊക്കെ തന്നെ. സോ ഹാപ്പി ആയിട്ടൊരു എൻഡിങ് ആയിക്കോട്ടെ ഇത്. So keep watching my channel. This is signing off. Yours Reshma. Ta-da!